Hello everyone, welcome to my YouTube channel Incredible English. Today let us see the difference between the two words been and being. ബീനും ബീങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്നും അതിനെയൊക്കെ എവിടെയാണ് കറക്റ്റ്ലി പ്ലേസ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ബീനും ബീങ്ങും ബോത്ത് ആർ ഫോംസ് ഓഫ് ദ വെർബ് ടു ബി. ടു ബി എന്ന് പറയുന്ന വെർബിന്റെ രണ്ട് ഡിഫറെന്റ് ഫോംസ് ആണ് ബീനും ബീങ്ങും. അപ്പൊ നമ്മൾ ടു ബിയുടെ മറ്റ് ഫോംസ് നമ്മൾ ഫെമിലിയർ ആണ് അല്ലെ? പ്രസന്റ് ടെൻസ് ഫോംസ്. വിച്ച് ആർ ദ പ്രസന്റ് ടെൻസ് ഫോംസ് ഓഫ് വെർബ് ടു ബി? ഈസ്, ആം and are. These are the present tense forms. And the past tense forms are was and were. ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ? നമ്മളെല്ലാവരും ടെൻസ് ഫോംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈസ്, ആം, ആറിനെ നമ്മൾ എന്തെന്ന് പറയും? V1 എന്നും was or were എന്ന് പറയുന്നത് സെക്കൻഡ് ഫോം V2 ആണ്. സോ V1 ഉം V2 ഉം കിട്ടി. അപ്പൊ ബീൻ എന്താണ്? ബീൻ ഈസ് ദ V3 ഫോം ഓഫ് ദ verb to be. To be യുടെ V3 ഫോം ആണ് ബീൻ. ഇതിനെ ഓൾസോ കോൾഡ് ആസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ പോയിന്റ്, ഈ വേർഡ് നമ്മൾ ഫെമിലിയർ ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ മിക്കവാറും നമ്മൾ ടെൻസസിന്റെ ഡിഫറെന്റ് ഫോംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി പെർഫെക്റ്റ് ടെൻസസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് കേട്ടിട്ടുള്ളതാണ്. ഇനി എന്താണ് ബീൻ എന്നുള്ള വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്? ആയിരുന്നു, അതാണ് ബീനിന്റെ മീനിങ്. നേരത്തെ ഒക്കർ ചെയ്തിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യം, ഹാസ് ഒക്കേർഡ് ഓർ എക്സിസ്റ്റഡ് ഇൻ ദ പാസ്റ്റ്, അതാണ് ബീൻ എക്സ്പ്രസ് ചെയ്യുന്ന മീനിങ്. ആയിരുന്നു, ഇപ്പോൾ അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെ എവിടെയൊക്കെ യൂസ് ചെയ്യും നമ്മൾ? പെർഫെക്റ്റ് ടെൻസ്, ഓൾറെഡി പറഞ്ഞതുപോലെ പെർഫെക്റ്റ് ടെൻസസിന്റെ കൂടെയും മൊഡാൽസിന്റെ കൂടെയുമാണ് ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പെർഫെക്റ്റ് ടെൻസസ് എന്ന് പറയുമ്പം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹാസ് ഡൺ ഓർ ഹാവ് ഡൺ, ഹാസ് കംപ്ലീറ്റഡ്, ഹാവ് കംപ്ലീറ്റഡ്, ഇതൊക്കെ പാർട്ടിസിപ്പിൾ ഫോമിന് എക്സാമ്പിൾ ആണ്. പിന്നെ മൊഡാൽസിന്റെ കൂടെ യൂസ് ചെയ്യുന്നു പറഞ്ഞു. വിച്ച് ആർ ദ മൊഡാൽസ് ഇൻ ഇംഗ്ലീഷ്? മൊഡാൽസ് എന്ന് പറയുമ്പം ക്യാൻ, മേ, മൈറ്റ്, കുഡ് പോലെയുള്ള വേർഡ്സ്. അപ്പൊ ഇതിന്റെ കൂടെയും നമ്മൾ ബീനിനെ യൂസ് ചെയ്യും. And now see the sentences given here. First sentence, he has been a teacher. He has been a teacher. ഇവിടെ been നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, been a teacher എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? ടീച്ചർ ആയിരുന്നു, അവൻ ഒരു ടീച്ചർ ആയിരുന്നു. Currently he might be doing something else. ഇപ്പോൾ അല്ല, നേരത്തെ ആയിരുന്നു. See the second sentence, the trip has been very refreshing. The trip refreshing ആയിരുന്നു. ട്രിപ്പ് കഴിഞ്ഞോ? കഴിഞ്ഞു, അത് refreshing ആയിരുന്നു. So something which existed in the past or occurred in the past ആണ് അവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് ബീനിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അടുത്തത് ബീങ്ങിലേക്ക് വരുമ്പം, ബീങ് എന്ന് പറയുന്നത് ഫോർത്ത് ഫോം ആണ്. ബീങ് ഈസ് ദ ഫോർത്ത് ഫോം ഓഫ് ദ verb to be. To be യുടെ ഫോർത്ത് ഫോം V4, ഫോർത്ത് ഫോം ആണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഫോർത്ത് ഫോം ചെയ്യുന്നത്? ബൈ ആഡിങ് ing to the root form of the verb. തന്നിരിക്കുന്ന വെർബിന്റെ കൂടെ ing ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോർത്ത് ഫോം കിട്ടും. ഇവിടെ ഇപ്പൊ ബി എന്ന് പറയുന്ന വെർബ്, അതിന്റെ കൂടെ ing ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി V4, that is being. being കിട്ടി. ബീങ്ങിനെ നമ്മൾ ഓൾറെഡി V4 ആണെന്ന് പറഞ്ഞു. V4ന്റെ അനദർ നെയിം ആണ് present participle. It is also called a present participle. ഇതെന്താണ് മീൻ ചെയ്യുന്നത്? എക്സിസ്റ്റിംഗ് ഇൻ ദ പ്രസന്റ്, ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോഴുള്ള ഒരു കാര്യം. അപ്പൊ ബീങ് എന്നുള്ള വേർഡിനെ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ബിഹേവിയർ, ഹിസ് ബീങ് അങ്ങനെയാണ് എന്ന് പറയാനും നമ്മൾ യൂസ് ചെയ്യാനുണ്ട്. അപ്പം ഇവിടെ എക്സിസ്റ്റിംഗ് ഇൻ ദ പ്രസന്റ്, ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ, കറന്റ്ലി എങ്ങനെ എന്നുള്ളതാണ് ബീങ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഇതിനെ എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു? പ്രസന്റ്, പ്രോഗ്രസീവ്, പാസീവ് കൺസ്ട്രക്ഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രസന്റ്, പ്രോഗ്രസീവ്, പാസീവ് കൺസ്ട്രക്ഷൻ. എന്താണ് ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ പാസീവ് വോയിസ്? പാസീവ് വോയിസ് ആണ് ഇവിടെ നമ്മൾ പറയേണ്ടത്. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ സംതിങ് ഈസ് പാസീവ് ഓർ സൈലന്റ്.
ആരാണ് പാസീവ് അല്ലെങ്കിൽ ആരാണ് സൈലന്റ്? സബ്ജക്റ്റ് ഈസ് പാസീവ്. ഡൂവർ ഈസ് പാസീവ്. ഡൂവർ സൈലന്റ് ആണ്. ഡൂവറിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ആര് ചെയ്തു എന്നുള്ളത് അവിടെ മാറ്റർ ചെയ്യുന്നില്ല. അവിടെ ഇമ്പോർട്ടൻസ് ആ ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനാണ്. അപ്പൊ അവിടെ സ്ട്രെസ് ചെയ്യുന്നത് ആ ആക്ഷനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ. അങ്ങനെയുള്ള സെന്റൻസസിലാണ് നമ്മൾ പാസീവ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. പാസീവ് കൺസ്ട്രക്ഷന്റെ പ്രസന്റ് പ്രോഗ്രസീവ് അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് സെന്റൻസസിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ബീങ് എന്നുള്ള വേർഡ് കോമൺലി യൂസ് ചെയ്യുന്നത്. ബീങ് കോമൺലി യൂസ് ചെയ്യുന്നത് പ്രസന്റ് പ്രോഗ്രസീവ് പാസീവ് കൺസ്ട്രക്ഷൻസിലാണ്. നോട്ട് ഓൺലി ഇൻ ദിസ് ബട്ട് ഓൾസോ along with as gerund. Gerund ആയിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് gerund? Gerund എന്ന് പറയുന്നത് പാർട്ടിസിപ്പിൾ, പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് gerund എന്ന് നമ്മൾ പറഞ്ഞു. Gerund is also called as verbal noun. Verbal noun. Everything is there in that name. The verb which functions as noun in a sentence. അവർ വെർബാണ്, പക്ഷെ അവർ ചെയ്യുന്നത് നൗണിന്റെ ഫംഗ്ഷൻ ആണ്. അങ്ങനെയുള്ള വേർബ്സിനെയാണ് നമ്മൾ gerund എന്ന് പറയുന്നത്. അപ്പൊ ing form of the verb which functions as noun in a sentence is called gerund. അപ്പൊ gerund ആയിട്ടും being function ചെയ്യും. See the sentence is given here. Look at the first sentence. The hospital is being rebuilt. Hospital is being rebuilt എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞോ? ഇല്ല, ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. Being a teacher is rewarding. Being a teacher is rewarding. See, being a teacher എന്ന് പറയും. ഇവിടെ being വന്നിരിക്കുന്നത് ഒരു noun phrase-ന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ being function ചെയ്യുന്നത് ഒരു gerund ആയിട്ടാണ് പറയാം. What is the meaning of this sentence? Being a teacher is rewarding എന്ന് കഴിഞ്ഞോ? ടീച്ചർ അല്ലേ ഇപ്പം? ആണ്, ഇപ്പോഴും ടീച്ചർ ആണ്. ടീച്ചർ ആയിരിക്കുന്നത് റിവോർഡിംഗ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത്രയുമാണ് നമ്മൾ ബീനിനെ കുറിച്ചും ബീങ്ങിനെ കുറിച്ചും ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്. ഓക്കെ, ബീൻ എന്ന് പറയുന്നത് തേർഡ് ഫോം ഓഫ് ദ വെർബ് ടു ബി ആൻഡ് ബീങ് എന്ന് പറയുന്നത് ഫോർത്ത് ഫോം ഓഫ് ദ വെർബ് ടു ബി. ബീൻ ഈസ് കോൾഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ബീങ് ഈസ് കോൾഡ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ബീനിനെ യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ടെൻസസിന്റെയും മൊഡാൽസിന്റെയും കൂടെയാണ്. ബീങ്ങിനെ യൂസ് ചെയ്യുന്നത് പ്രസന്റ് പ്രോഗ്രസീവ് പാസീവ് കൺസ്ട്രക്ഷൻസിലും ജെറൻഡുമായിട്ടാണ്. ഇനി ഇത് തമ്മിൽ കൺഫ്യൂസ്ഡ് ആവില്ല എന്ന് വിശ്വസിക്കുന്നു. ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ടു യു. താങ്ക് യു.